നമ്മൾ പറയുന്നത് കേൾക്കുകയും അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുന്ന, ഇനിയിപ്പോൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ നിർബന്ധിച്ച് നമ്മൾ അനുസരിപ്പിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാവില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിലുള്ള ആ കുഞ്ഞു മനുഷ്യനാണ് നായി കാണുന്ന കാശിക്കുട്ടൻ. ഇന്നിപ്പോൾ ഞാൻ കാശിയോട് ചോദിച്ചു, കാശിക്കുട്ട, ഇന്ന് മുതൽ നമുക്ക് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് അമ്പൂറ്റിയെ പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? കാശിയുടെ ഫുൾ സപ്പോർട്ട് എന്തിനും ഏതിനും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ക്ലാവ് പിടിച്ച് ഇരുണ്ട് കിടന്നിരുന്ന നിലവിളക്ക് തപ്പിയെടുത്തത് മുതൽ അത് കഴുകി വൃത്തിയാക്കുന്നത് വരെ കാശിയുടെ സാന്നിധ്യം അത് അതുപോലെ ഉണ്ടായിരുന്നു. കാശിക്കുട്ട, അമ്മാമ്മനോട് പോയിട്ട് പുളി എവിടെയും ചോദിക്കൂ എന്ന് പറഞ്ഞ താമസം കാശി അമ്മാമ്മേനെ അടുക്കളയിൽ എത്തിക്കും. അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നിലവിളക്കിലെ നെയ്യാണോ എണ്ണയാണോ എന്ന് ചോദിച്ച താമസം കാശിയുടെ മറുപടി വന്നു, അമ്മായി നമുക്ക് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നെയ്യ് ഒഴിച്ചതും അതിൽ തിരിയിട്ടത് വരെ കാശിക്കുട്ടനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടി ചെയ്യുമ്പോൾ അത് നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിലവിളക്ക് കത്തിക്കുന്ന സമയമായപ്പോഴേക്കും രണ്ടുപേരെ അമ്മാമ്മ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നല്ല അക്രമം നടക്കുന്നുണ്ട് കേട്ടോ.